നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അലീന തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അലീന വീണ്ടും അവിടെ തിരിച്ച് കയറിയേക്കുകയാണല്ലോ. ബാലചന്ദ്രനും മനുവും കൂടെ അലീനയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടിയേക്കുകയാണ്. വൈജയാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും അവൾക്ക് ഒരുപാട് ജോലി ഭാരം കൊടുത്ത് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ കേട്ടോ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കുക എന്ന് തന്നെ പറയാം കേട്ടോ. ജോലിയൊക്കെ ഒരുപാട് കൊടുത്തിട്ടും ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് വൈജ അവിടെ നിൽക്കുന്നത് കേട്ടോ. അവൾക്ക് പണി കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവളെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വൈജയന്തി അവളോട് പറയുന്നുണ്ട്, ഒരു സ്റ്റോർ റൂം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയാണെങ്കിൽ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ ടിഫിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, മുകളിലുള്ള ഒരു റൂമുണ്ട്, ആ റൂം നീ ഇന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് ഏത് റൂമാണെന്ന് ചോദിക്കുകയാണ് അലീന. ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, അപ്പം എൻ്റെ റൂമാണോ അമ്മ, എൻ്റെ റൂമിൽ ഒരുപാട് പൊടിയോ അതൊക്കെ ഉണ്ട്, എൻ്റെ റൂം ക്ലീൻ ചെയ്യണമെന്നും ബബിത പറയാട്ടോ. അതുപോലെ രോഹിത്തും പറയുന്നുണ്ട് രോഹിത്തിൻ്റെ റൂമും ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ആ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഡെയിലി ക്ലീൻ ചെയ്യുന്നതില്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം. അതല്ല, വേറൊരു റൂമുണ്ട്, അത് തുറക്കാറൊന്നുമില്ല, കുറേ നാളായിട്ട് അടച്ചിട്ടേക്കാണ്, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയാട്ടോ. ഒരുപാട് പഴയ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടേക്കുന്ന റൂമാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടണം, എനിക്കതൊരു ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാട്ടോ. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ട് കേട്ടോ വൈജ അലീനയ്ക്കിട്ട് പണി കൊടുത്തത് അന്ന് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത് വൈജ, ആ റൂം എത്ര വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞ പോലെ തുറക്കാത്ത റൂമാണ്, അത്രയും പൊടിയും ഒരുപാട് സാധനങ്ങൾ, ഈ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും കൊണ്ടുപോയി ഇടുന്ന ഒരു റൂമാണ്, ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി ഇട്ടേക്കാണ്. അതെങ്ങനെ ഇന്നൊരു ദിവസം കൊണ്ട് ഇവൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, അതും തനിച്ച് എന്ന് പറയുമ്പോൾ അതൊക്കെ അവളെ കൊണ്ട് പറ്റിക്കോളും, നിനക്ക് എന്താടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുക കേട്ടോ അലീന. ഞാൻ ചെയ്തോളാം എന്ന് പറയണം. എന്നാലും ഇത് ഇത്തിരി ക്രൂരതയാണ്, ഇത്രയൊന്നും ചെയ്യേണ്ട, നീ ഇന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്യേണ്ടത്, പതിയെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്, ഇതൊക്കെ വീട്ടിലെ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വൈജയന്തി പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുഴപ്പമില്ല സാർ, ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ നോക്കാം എന്ന് പറയാട്ടോ. നോക്കിയാൽ പോരാ, ഇന്ന് ഞാൻ വരുമ്പോഴേക്ക് ആ റൂം ക്ലീൻ ആയിട്ടുണ്ടാവണം എന്ന് വൈജയന്തി പറയാട്ടോ. അങ്ങനെ ശരി, ഞാൻ ചെയ്തേക്കാം എന്ന് പറയണം. അങ്ങനെ വൈജയന്തി പെട്ടെന്ന് ബാങ്കിലേക്ക് പോകണം, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, 2-3 സൈറ്റ് വിസിറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ നേരത്തെ വരും, ഞാൻ വരുമ്പോഴേക്കെല്ലാം ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ടാവണമെന്ന് അലീനയോട് പറയാട്ടോ. അങ്ങനെ അതിനുശേഷം കൃഷ്ണമോളും ബബിതയും രോഹിതൊക്കെ പോകുന്നുണ്ട്. ലാസ്റ്റാണ് ബാലചന്ദ്രൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നിനക്കിട്ട് എങ്ങനെയെങ്കിലും പണി തരാനുള്ള ഉദ്ദേശത്തിലാണ് വൈജ നടക്കുന്നത്, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് ചീത്ത കേൾക്കേണ്ടി വരും, വഴക്ക് കേൾക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ, ബാക്കി നാളെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, ഞാൻ നോക്കട്ടെ സാർ, ഞാൻ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വഴക്ക് കേൾക്കുന്നതിലോ എന്നെ ദേഷ്യപ്പെടുന്നതിലോ എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയാട്ടോ. നിന്നെപ്പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അലീനയോട് പറയട്ടോ. ഒരു മകളോടുള്ളൊരു എല്ലാ വാത്സല്യവും കൂടിയിട്ടാട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല സാർ, ഞാൻ ചെയ്തോളാം, അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയാണ്. മാഡത്തിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയേക്കാം, ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടായേക്കാം മാഡത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ മാറാനുള്ള എന്ന് പറയുമ്പോൾ, വിവാഹം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ഞാൻ കാണുന്നത് മുതൽ ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്ന് പറയട്ടെ ബാലചന്ദ്രൻ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, ഒരു പക്ഷേ പിന്നീട് മാറിയേക്കാം എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. വൈജയുടെ സ്വഭാവത്തിന് ഒരിക്കലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല, അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, എന്തായാലും നമുക്ക് നോക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോലിയൊക്കെ ചെയ്തോളാം എന്ന് പറയണം. എന്നാൽ ശരി, വാതിലടച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പോയതിന് ശേഷം അലീന വാതിലടയ്ക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി, ഇതൊന്ന് പെട്ടെന്ന് കഴിച്ച് എനിക്ക് വലിയൊരു ജോലിയാണ് കിട്ടിയേക്കുന്നതെന്ന് പറയട്ടോ. എന്താ കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, മുകളിലൊരു റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാഡം എന്ന് പറയട്ടോ. ഏത് റൂം ചോദിക്കുകയാണ്.
കുറേ നാളായിട്ട് തുറക്കാത്ത റൂമാണെന്നാണ് പറഞ്ഞത്. അത് മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ. എൻ്റെ കുഞ്ഞ് ഇത്ര വർഷങ്ങളായിട്ടെന്ന പോലെ തുറക്കാത്ത റൂമാണത്. ഈ വീട്ടിലെ സകലമാന സാധനങ്ങളും ആ റൂമിലാണ് കൊണ്ടുപോയി തള്ളിയേക്കുന്നത്, ഉപയോഗിക്കാത്തതൊക്കെ. ഈ ബബിതയും കൃഷ്ണയും രോഹിതൊക്കെ എന്താ സാധനങ്ങളെന്ന് പറയാം. അവരുടെ റൂമിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്തത് മുഴുവൻ കൊണ്ടുപോയി തള്ളുന്നത് അവിടെയാണ്. പിന്നെ പഴയ പെട്ടികളും അതുപോലെ അലമാരികളും അതുപോലെ മൊത്തം പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും ആ റൂം എന്ന് പറയാട്ടോ. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അതിന് നിൻ്റെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആയി, രാത്രിയിലേക്കുള്ളതൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വൈകിട്ട് ചെയ്യാലോ എന്ന് പറയാണ് അലീന. ഇനി ഞാൻ പോയിട്ട് ആ റൂം ഒന്ന് ക്ലീൻ ആക്കട്ടെ. മുത്തശ്ശി പെട്ടെന്ന് ഇത് കഴിച്ചേന്ന് പറയുമ്പോൾ ഞാനിത് കഴിച്ചോളാം, എന്നിട്ട് ഇവിടെ വെക്കാം. അത് വേണ്ട മുത്തശ്ശി, കഴിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, മരുന്നൊക്കെ എടുത്ത് തന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം മരുന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ റൂം ക്ലീൻ ആക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ബക്കറ്റും വെള്ളവും മോപ്പും ഒക്കെ എടുത്തുകൊണ്ടാണ് പോണത്. അങ്ങനെ ആ റൂമിലോട്ട് കയറിയ ഉടനെ തന്നെ പൊടി, ആ റൂം തുറക്കുമ്പോൾ തന്നെ മാറാലയും പൊടിയൊക്കെ പിടിച്ചിട്ട് അലീന തുമ്മലോട് തുമ്മലാട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലും റൂം ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ ആകമാനം അവിടെ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒന്നും വ്യക്തമല്ല, മൊത്തം ഒരു ഇരുട്ട് മുറിയാട്ടോ. മര്യാദക്കുള്ളൊരു വെട്ടം പോലും ആ റൂമിലില്ല. അപ്പോൾ ലൈറ്റ് ഇടാനൊക്കെ നോക്കിയപ്പോൾ അവിടെയുള്ള ബൾബ് ഇങ്ങനെ മിന്നി ഇങ്ങനെ ചെറിയൊരു വെട്ടത്തിൽ ഇങ്ങനെ കത്തുന്നുള്ളൂ കേട്ടോ. നല്ല വെട്ടം കിട്ടുന്നില്ല. അപ്പോൾ അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ മൊത്തം ഒന്ന് കണ്ണോടിച്ചിട്ട് എവിടെ തുടങ്ങും എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുക കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം എവിടെ എന്ത് എങ്ങനെയെന്നൊന്നും അറിയില്ലെങ്കിലും ആദ്യം തന്നെ മാറാലയ്ക്കൊന്ന് അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ആ മാറാലൊക്കെ മാറ്റിയതിന് ശേഷം അപ്പം തന്നെ ഏകദേശം റൂമൊക്കെ ഒന്ന് ശരിക്കും കാണാവുന്ന ഒരു ക്ലിയർ ആയിട്ട് കുറച്ചൊക്കെ ഒന്ന് കാണാവുന്ന രീതിയിലായി. അങ്ങനെ ഇനി ഓരോ അറ്റത്തുനിന്ന് തുടങ്ങണം. ഒരു പഴയ ടേബിൾ കിടക്കുന്നുണ്ട്. അതുപോലെ പഴയ ഒരു അലമാരയുണ്ട്, പഴയൊരു പെട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അലീന ആദ്യം തന്നെ ആ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അതുപോലെ അവിടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇട്ട് ഒരു ഗിറ്റാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആ ടേബിളൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ ക്ലീനാക്കി വരുന്ന സമയത്താണ് ലാസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്, ഒരു പഴയൊരു പെട്ടി കേട്ടോ. അങ്ങനെ ആ പെട്ടി ഇങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമല്ലോ. അപ്പോൾ ആ പെട്ടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് ബുക്സ് കാണാം കേട്ടോ. അതായത് ഒരുപാട് മാഗസിനുകൾ, അതുപോലെ ഡയറികൾ, അതുപോലെ പഴയ സ്റ്റോറി ബുക്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ ബുക്സൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം ഏകദേശം ഇത് വൈജയന്തിയുടെ ബോക്സ് ആയിരിക്കും എന്ന് അലീനയ്ക്ക് ഇങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പം ചിലതൊക്കെ പേഴ്സണൽ ഡയറികളാണ്. ഒരുപാട് ഡയറികളൊക്കെ ഉണ്ട്. അപ്പം വൈജയന്തി ഇങ്ങനെ എഴുതിയ കുറേ ഡയറികളൊക്കെ പോലെയുണ്ട്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഡയറികളും മാഗസിനുകളും ബുക്സൊക്കെ ആട്ടോ. അപ്പോൾ വൈജയന്തിയുടെ കോളേജ് പഠനകാലത്തുള്ള സാധനങ്ങളൊക്കെയാണ് അത് എന്ന് അലീനയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ഒരു ആവേശത്തോട് കൂടിയിട്ട് അതിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുക. അങ്ങനെ അലീന ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കിട്ടുന്നത് ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. അതായത് ബാലചന്ദ്രനും വൈജയന്തിയും മക്കളും കൂടി ഉള്ളൊരു ഫോട്ടോ ആണ്. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നല്ലോ. അലീന അതെടുത്തിട്ട് ഷോൾ കൊണ്ട് തന്നെ ഒന്ന് തുടയ്ക്കുക കേട്ടോ. തുടച്ചിട്ട് അതിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തൻ്റെ അമ്മയും സഹോദരങ്ങളും ആണല്ലോ. അപ്പോൾ അച്ഛനല്ലെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്ത് കാണാവുന്ന ഒരാളാണ്. അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് അലീന മാറാലൊക്കെ തൂത്ത് വൃത്തിയാക്കിയല്ലോ. അപ്പോൾ അവിടെ ആ ഭിത്തിയിൽ ഒരു ആണി കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആ ഫോട്ടോ തൂക്കിയിടുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ താനും കൂടെ അതിലുണ്ട് എന്ന് അലീനയ്ക്ക് തോന്നുക കേട്ടോ. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്, അല്ലാതെ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് അലീനയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ അലീന ആ ഫോട്ടോ അവിടെ തൂക്കിയിട്ടിട്ട് വീണ്ടും ആ പെട്ടിയിലേക്ക് തന്നെ പോവുക കേട്ടോ. അതിൽ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡയറി കിട്ടുന്നത് കേട്ടോ. അതൊരു പേഴ്സണൽ ഡയറി അല്ലാത്തത് കൊണ്ട് അലീന അത് എടുക്കുകയാണ്. പേഴ്സണൽ ഡയറി ആയിട്ട് തോന്നുന്ന ഒന്നും അലീന എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ഡയറി കിട്ടിയപ്പോൾ അത് നോക്കുമ്പോൾ അതൊരു ഓട്ടോഗ്രാഫാട്ടോ. കോളേജ് പഠനകാലത്ത് സുഹൃത്തുക്കളിങ്ങനെ എഴുതിയൊരു ഓട്ടോഗ്രാഫായിരുന്നു. അപ്പോൾ അതിൽ സാധാ ഒരു ഡയറിയാണ്, പക്ഷെ അതിൽ കുറച്ച് പേര്, ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രം എഴുതിയ ഒരു ഓട്ടോഗ്രാഫ് പോലെയുള്ളൊരു ഡയറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അലീന അതെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കണം. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങളും വായിച്ച് അവളിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഓരോ കൂട്ടുകാരും ഓരോ കളി തമാശ എഴുതിയതും നല്ല നല്ല കാര്യങ്ങൾ എഴുതിയതും ഒക്കെ. അങ്ങനെ ആ ഡയറി മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ ഒരു പേജ് അവളെ കൂടുതൽ ആകർഷിക്കുന്നത് കേട്ടോ. അതിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ടാട്ടോ എഴുതിയിട്ടുള്ളത്.
അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു ക്യാച്ചിങ് ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ എഴുതി ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ട് 3-4 വരികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക എന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് നിൻ്റെ മാത്രം എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മാത്രം എൽ എന്നാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരായിരിക്കും എൽ എന്നുള്ളത് അലീനക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒരു ഫുൾ നെയിം കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം അലീന എൽ എന്ന് മാത്രം കണ്ടത് കാരണം അലീന ഇങ്ങനെ എന്തോ സംശയിക്കണം ആരായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക, തൻ്റെ അച്ഛനെങ്ങാനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഒരു വല്ലാത്ത ഫീലിങ്സ് തോന്നുകയാണ്. അപ്പോൾ അലീന പിന്നെ നെക്സ്റ്റ് പേജൊക്കെ മറിക്കുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, അത്ര മാത്രം ഉള്ളൂ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ട് 3-4 വരികൾ എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. എന്നിട്ട് നിൻ്റെ മാത്രം എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അലീന അതിങ്ങനെ കുറേ നേരം നോക്കി വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ഡയറി ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് അതിലൊരു ഫോട്ടോ കിട്ടുകയാണ് കേട്ടോ. അതിലൊരു ഫോട്ടോ കിട്ടുമ്പം വൈജയന്തിയും വേറെ ആരോയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അലീന അതിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ഫോട്ടോ ഒരുപാട് പഴക്കമുള്ള ഫോട്ടോ എന്ന് മനസ്സിലാവുകയാണ്. കാരണം ഫോട്ടോ ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. ആ ഫോട്ടോയിൽ ഒന്ന് തൻ്റെ അമ്മയാണെന്ന് ഏകദേശം അവൾക്ക് തോന്നുകയാണ്. കാരണം വൈജയന്തിയുടെ ഒരു ചെറുപ്പകാലം പോലെ തോന്നുകയാണ്. പക്ഷേ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് ബാലചന്ദ്രൻ ആയിരിക്കാം ഒരു പക്ഷേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി അതല്ല തൻ്റെ അച്ഛനാകുമോ എന്നിങ്ങനെ അവളിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഫോട്ടോ ഒട്ടും ക്ലിയർ ആവുന്നില്ല. അത് കാരണം അവൾ ആ ഫോട്ടോ ആ ഡയറിയിലേക്ക് തന്നെ വെക്കുകയാണ്. അങ്ങനെ ആ ഡയറിയിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും അലീന ആ ഡയറി അവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ പെട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. ആ സമയത്താണ് കോളേജ് മാഗസിൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ആഗ്രയിലൊക്കെയാണല്ലോ വൈജയന്തി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആഗ്രയിൽ കോളേജിൻ്റെ ഒരു മാഗസിൻ കാണുകയാണ്. അപ്പോൾ അലീന അത് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചിങ്ങിനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതും ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അലീനയ്ക്ക് അറിയാം, ബാലചന്ദ്രനിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന ആ മാഗസിൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിലൊരുപാട് പേര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് അലീന ഒരു പേജിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യട്ടോ. അപ്പോൾ ആ ഒരു പേജിൽ എഴുതിയേക്കുന്നത് വൈജയന്തി കേട്ടോ. വൈജയന്തി ഒരു ചെറിയൊരു ആർട്ടിക്കിൾ പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു ആർട്ടിക്കിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ അറിയാം എന്നിങ്ങനെ അലീന ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൽ വൈജയന്തിയുടെ ഫോട്ടോയും ഉണ്ട്, പഴയൊരു ഫോട്ടോയും ഉണ്ട്. അങ്ങനെ വീണ്ടും അലീന ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് വേറൊരു ക്യാപ്ഷൻ കണ്ടിട്ട് അലീന അതിൽ സ്റ്റക്കാവുക കേട്ടോ. അതായത് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നാട്ടോ അതിൻ്റെയും ഒരു ക്യാപ്ഷനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ ആകെ അതിശയിച്ച് പോകുന്നുണ്ട്. അതും മലയാളത്തിലാണ്. വൈജയന്തി എഴുതിയത് ആർട്ടിക്കിൾ ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ. ഇത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അലീന ചിന്തിക്കുകയാണ് ഈ സെൻറ്റൻസ് ഞാൻ എവിടെയോ വായിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ഡയറിയിൽ വായിച്ചത് ഓർമ്മ വരുന്നത് കേട്ടോ, ഓട്ടോഗ്രാഫിൽ വായിച്ചത്. അപ്പോൾ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു മലയാളം പോയമാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയത് ആരാന്ന് നോക്കുമ്പോൾ അതിൽ സ്റ്റാൻലിൻ എന്നാട്ടോ പേര്. ഒരു സ്റ്റാൻലിൻ എന്നുള്ളതൊരു പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ് സ്റ്റാൻലിൻ ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പം ഇതാരായിരിക്കുമെന്ന്, കാരണം ആ ഡയറിയിലും കണ്ടു ഇവിടെയും കണ്ടു. അപ്പോൾ ആരാന്നിങ്ങനെ അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ നേരത്തെ കണ്ടത് എൽ എന്നാണ്. അപ്പോൾ എൽ ആരാണ്, ഇതിലാണെങ്കിൽ സ്റ്റാൻലിൻ എന്നാണ്. അപ്പോൾ അലീനയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ, ഏതാണ് ശരിക്കും പേര് എന്നുള്ള രീതിയിൽ. പക്ഷേ ഫോട്ടോ നോക്കുമ്പോൾ ഒരു പഴയ ഫോട്ടോയാണ്. പക്ഷേ ഇതാരാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ സ്റ്റാൻലി എന്നും പറഞ്ഞിട്ട് ഒരാളാണ്, പക്ഷെ ആ ക്യാപ്ഷൻ മാത്രമാണ് അവിടെ കിടക്കുന്നത്. ഒരു പക്ഷേ ഈ ക്യാപ്ഷൻ ആരെങ്കിലും എടുത്തെഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടുപേരും ഒരാളാണോ എന്നൊക്കെ ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവണം അലീന. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ട് സ്റ്റാൻഡിൽ നിന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അതിലെ ഫോട്ടോ കണ്ടപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു അട്രാക്ഷനും തോന്നുകയാണ്. എന്തൊക്കെയോ ഒരു എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെയൊക്കെ ഒരു ഫീലിംഗ് തോന്നുക കേട്ടോ ആ ഫോട്ടോ കണ്ടിട്ട്. ഒരു കുഞ്ഞു ഫോട്ടോ ആണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, വല്ലാണ്ട് വ്യക്തമാവുമൊന്നുമില്ല. എന്നാലും ആ ഫോട്ടോ അലീനയുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പതിക്കുക കേട്ടോ. കാരണം എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതുപോലൊരു തോന്നൽ അലീനയ്ക്ക് വരികയാണ്. പക്ഷേ മറ്റേ ഡയറിയിലാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ട് എഴുതിയ 3-4 വരി എഴുതിയിട്ട് താഴെ എൽ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. എന്താണെങ്കിലും അലീന അതൊക്കെ എടുത്ത് മടക്കി അവിടെ തന്നെ തിരിച്ചെടുത്ത് വെക്കുക കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ പിന്നെ അന്വേഷിക്കാം. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ ഈ വർക്കൊന്നും തീരില്ല, മാഡം വരുമ്പോഴേക്ക് തീരില്ല എന്ന് ഓർത്തിട്ട് അതൊക്കെ ഭദ്രമായിട്ട് അതിലേക്ക് തന്നെ വെച്ചിട്ട്
അലീന അവിടുത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുക കേട്ടോ. പക്ഷേ അലീനയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഫോട്ടോ, ആ ഒരു ഇമേജ്, ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആ ഒരു പോയമാട്ടം മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. അലീന അങ്ങനെ മൊത്തം പണികളൊക്കെ തീർത്ത് ആ റൂം നീറ്റാക്കി പെർഫെക്റ്റ് ആക്കി ഇടുക കേട്ടോ. ഏകദേശം ഉച്ചയാകുമ്പോഴേക്ക് അലീനയുടെ ജോലി തീർക്കുന്നുണ്ട്. എന്നിട്ട് അലീന റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അലീന വീണ്ടും തിരിഞ്ഞു നോക്കുക കേട്ടോ, ആ പെട്ടിയിലേക്ക് തന്നെ. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ആ ഫോട്ടോ തന്നെ അലീന നോക്കി നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെ അലീന ജോലിയൊക്കെ തീർത്തിട്ട് താഴേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പോൾ മുത്തശ്ശി ഉറങ്ങുന്നത് കണ്ടപ്പോൾ അലീന പെട്ടെന്ന് പോയിട്ട് കുളിക്കുക കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്താണ് മുത്തശ്ശി ഉണർന്നിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞു മുത്തശ്ശി. ആ റൂം നീ ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കണം. ആ ചെയ്തോ മുത്തശ്ശി. അത് ഒരുപാടൊന്നും ഉണ്ടായില്ല. എൻ്റെ കുഞ്ഞ് നിന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ബുദ്ധിമുട്ടി കാണും നീ എന്ന് ഇത്രയും പെട്ടെന്ന് തീർക്കാൻ എന്നൊക്കെ പറയുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി, കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു, പിന്നെ കുറേ പഴയ പെട്ടി അലമാരി അതൊക്കെയാണ്, അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്നൊക്കെ പറയാം. പഴയൊരു പെട്ടി അവിടെ കിടപ്പുണ്ട്, അത് വൈജയുടെയാണ്. അതിലൊരുപാട് അവളുടെ ബുക്കും ഡയറികളും അതുപോലെ സാധനങ്ങളൊക്കെയാണ്, അവളുടെ സാധനങ്ങളാണ് അതിൽ. അതാരും എടുക്കുന്നതോ തൊടുന്നതോ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതെടുത്താണ് ഞാൻ ഇത്രയും നേരം വായിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഒരാളും അത് എടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. ആ സമയത്താണ് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് സാധാരണ ബാലചന്ദ്രൻ വീട്ടിൽ വന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വരികയാണ്. അപ്പോൾ അലീന ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന കുളിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ, നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കണം. കഴിഞ്ഞു സാർ. അപ്പോൾ ആ റൂമൊക്കെ ക്ലീൻ ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയെന്ന് പറയട്ടോ. ഇത്രയും പെട്ടെന്ന് നീ ക്ലീൻ ആക്കിയോ എന്ന് ചോദിക്കണം. അത് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല സാർ, ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയണം. എന്തായാലും നിന്നെക്കൊണ്ട് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മുൻപ് ഇവിടെ നിന്നിരുന്ന കുഞ്ഞുമോളോടും അതുപോലെ അതിന് മുൻപ് നിന്നിരുന്ന അമ്മിണിയോടും ഒക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യാത്ത പണിയാണ്, അവരെ കൊണ്ടൊന്നും ഒരു ദിവസം പോയിട്ട് ഒരാഴ്ച കൊണ്ട് തീരില്ല എന്ന് പറഞ്ഞ പണിയാണ്, നീ ഇത്രയും പെട്ടെന്ന് അതൊക്കെ തീർത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മാത്രം പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് വേസ്റ്റ് സാധനങ്ങളായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കാൻ വെച്ചിട്ടുണ്ട്, ഇനി മാഡം വന്നിട്ട് ചോദിച്ചിട്ട് വേണം ഒഴിവാക്കാൻ എന്നൊക്കെ പറയണം. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറയണം. എന്തായാലും ഭക്ഷണം റെഡിയല്ലേ, നീ വിളമ്പ് എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ അലീന അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ്, നല്ലൊരു സ്റ്റോറി കേട്ടോ ഇത്, നല്ലൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വൈജയന്തി വന്ന് കാണുന്ന ഭാഗങ്ങളും അതുപോലെ വൈജയന്തി അവളെ എങ്ങനെയെങ്കിലും പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ ഒരു ജോലി കൊടുത്തത്. പക്ഷെ അവളത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തതിൽ വൈജയന്തിക്ക് അത്ഭുതം തോന്നി കേട്ടോ. കാരണം മുൻപ് നിന്നിരുന്ന ജോലിക്കാരൊന്നും ചെയ്യാത്ത കാര്യമാണ് അവൾ ചെയ്തേക്കുന്നത്. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും പണി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ അതൊക്കെ ഭംഗിയായി ചെയ്തു വെച്ചേക്കുന്നു. പക്ഷേ അഭിനന്ദിക്കാനൊന്നും വൈജയന്തിയെ കിട്ടൂല കേട്ടോ. വൈജയ്ക്ക് അതിനൊന്നും താല്പര്യമില്ല, അങ്ങനത്തെ ഒരു മനുഷ്യ സ്ത്രീയും ഇല്ല. അത് കാരണം വൈജയന്തി ഇതൊക്കെ നിസ്സാരേ ഉള്ളൂ, എനിക്കറിയാം ഇതൊക്കെ നിസ്സാരേ ഉള്ളൂ എന്നുള്ള മട്ടിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഒരു ചെറിയ സൂചന കിട്ടിയൊരു സന്തോഷത്തിലാണ് അലീന. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ എപ്പിസോഡ്, ഈ സ്റ്റോറി. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സൂചന തേടി അലീന വീണ്ടും ആ റൂമിലേക്ക് പോവുകയും കുറച്ചും കൂടെ അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാനൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.